ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതെൻ്റെ അമ്മാമ്മടേക്ക് പോകണ വഴിയാണ്. അപ്പോൾ ഞാൻ വെക്കേഷൻ ആയപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഇന്റേൺഷിപ്പ് കഴിയാത്തത് കൊണ്ട് ഒരു ദിവസമായിട്ട് നിൽക്കാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തേക്കാണ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഗേസിൻ്റെ ഒരു ബാഗ് നിറച്ചുമുള്ളത്. അങ്ങനെ അമ്മാമ്മയുടെ വീടെത്തി. ഇതാണ് കേട്ടോ അമ്മാമ്മയുടെ വീട്. അങ്ങനെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ചുണ്ട് നടക്കാനായിട്ട്. പക്ഷെ നല്ല രസമായിട്ട് അവിടുത്തെ വ്യൂസൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ സുത്തുണ്ട് ഗൈസ്. ഇവിടെ സുത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോൾ ചേച്ചി ഉണ്ണി കൂടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതിനുശേഷം നമ്മളൊരു കേക്ക് മുറിച്ചു ഗൈസ്. നമുക്ക് അമ്മാമ്മയ്ക്ക് കൊടുക്കാൻ കേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുഞ്ഞൊരു കേക്ക് വാങ്ങിച്ചു മുറിച്ചു, അമ്മാമ്മയ്ക്കൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ ഗൈസ് ലേസ് കഴിച്ചു ഗൈസ്. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും കഴിച്ചേ. അതിനുശേഷം വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മയുടെ അടുത്ത് പോയിട്ട് നാമം ചൊല്ലിയാണ് സുത്ത്. അത് കഴിഞ്ഞപ്പം ഇവിടെ നല്ലൊരു മഴ പെയ്തേ. മഴയൊക്കെ പെയ്തു തോർന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയപ്പോൾ പിന്നെ ഞാനും അമ്മാമ്മയും മാത്രമായി. ഈ കട്ടിലും ഇരുന്നിട്ടാണ് പണ്ട് ഞാനും അമ്മാമ്മയും അച്ചാച്ചനും കൂടിയിരുന്ന് സീരിയൽ കാണും. അപ്പം അച്ചാച്ചൻ പോയതിന് ശേഷം അമ്മാമ്മ റൂമിൽ തന്നെയാണ്. പിന്നെ അതിന് ശേഷം മഴയും കറണ്ട് പോക്കൊക്കെ ആയിട്ട് പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. പിറ്റേ ദിവസം ഞാനത് പോവുകയാണ്. പോകുമ്പോൾ എഗെയിൻ നമ്മൾ ഫസ്റ്റ് കണ്ട ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇന്നലത്തേക്കാളും മഴയൊക്കെ പെയ്തപ്പോൾ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് നല്ലോണം. അത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. നമ്മൾ കുറച്ച് നേരത്തെ ആണ് എത്തിയത് ബസ് സ്റ്റോപ്പിലേക്ക്. സാധാരണ ഞാൻ ഓടാറാണ് ചെയ്യാറ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ബസ് വരാനായി. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ